കൊല്ലത്ത് ആര്യങ്കാവ് വനമേഖലയിൽ കാണാതായ 2 യുവാക്കളെയും കണ്ടെത്തി. റിസർവ് ഫോറസ്റ്റിനുള്ളിൽ അനധികൃതമായി ട്രക്കിങ്ങിന് കയറിയ കൊല്ലം പെരിനാട് സ്വദേശികളായ സഞ്ചാരികളെയാണ് വനപാലകരൊടുവിൽ രാജാക്കൂപ്പ് ഭാഗത്തു നിന്നും കണ്ടെത്തിയത്. എ വി ജയശങ്കറുണ്ട്. എ വി ജയശങ്കർ, വന്യമൃഗങ്ങളൊക്കെയുള്ള സ്ഥലമാണ്. അനുമതിയില്ലാതെയാണ് ഇവർ ട്രക്കിങ്ങിന് പോയത്. അതിന്റെ പേരിൽ കേസെടുക്കാനോ മറ്റോ സാധ്യതയുണ്ടോ? കണ്ടെത്തുമ്പോൾ ചെറുപ്പക്കാർ അവശരായിരുന്നോ? അതായത് ഡോക്ടർ അരുൺ, അല്പസമയം മുമ്പാണ് റോസ്മല രാജാക്കൂപ്പ് ഭാഗത്ത് ഇരുവരും ഉണ്ടെന്നൊരു വിവരം വനംവകുപ്പിൽ ലഭിച്ചത്. വനംവകുപ്പിന്റെ ഒരു പെട്രോളിംഗ് ടീം അവിടെ എത്തുകയും ചെയ്തു. എന്തായാലും അധികം വൈകാതെ ഇരുവരെയും ഈ വനമേഖലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിലാണ് വനംവകുപ്പ്. ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവരെ പുറത്തെത്തിക്കാനാകുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയാനാകും. എന്തായാലും കൊല്ലം സ്വദേശികളായ 2 പേരാണ് വൈകിട്ടോടുകൂടി ട്രക്കിങ്ങിന് വേണ്ടി ഇല്ലെങ്കിൽ ഈ മേഖലയിൽ എത്തിയത്. ഇത് നിരോധിത റിസർവ് ഫോറസ്റ്റ് ആണ്. അതിനുള്ളിൽ യുവാക്കൾ എത്തിയത് അനധികൃതമായിട്ടെന്നാണ് പ്രാഥമികമായിട്ട് ലഭ്യമാകുന്ന വിവരം. ഇവർക്ക് അനുമതി ഉണ്ടായില്ല. പ്രത്യേകിച്ച് ഈ വൈകുന്നേര സമയങ്ങളിലൊന്നും ഈ റിസർവ് ഫോറസ്റ്റിനുള്ളിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കൊപ്പം പോലും ആരെയും കടത്തിവിടാറില്ല. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അനധികൃതമായാണ് ഇവർ എത്തിയെന്നാണ് പ്രാഥമികമായി ലഭ്യമാകുന്ന വിവരം. പിന്നീട് വഴി തെറ്റുകയായിരുന്നു. ഇവർ തന്നെയാണ് ഇത്തരത്തിൽ വനംവകുപ്പിനെ ബന്ധപ്പെട്ടത്. അവരുടെ ലൊക്കേഷൻ ഉൾപ്പെടെ അയച്ചു നൽകുകയും ചെയ്തു. ഏകദേശം 2-2.5 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവരെ കണ്ടെത്തിയത്. എന്തായാലും അധികം വൈകാതെ ഇരുവരെയും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും വനംവകുപ്പിന്റെ മറ്റ് നടപടികൾ. എന്തായാലും ഇക്കാര്യത്തിൽ കേസെടുക്കണോ വേണ്ടയൊക്കെ വനംവകുപ്പിന്റെ വിവേചനാധികാരം കൂടിയാണ്. എന്തായാലും ഇവരെ ആദ്യം രക്ഷിക്കുക എന്നുള്ളതാണ് നിലവിൽ പ്രാഥമിക പരിഗണന എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതിനുശേഷമായിരിക്കും ഇത് അനുമതിയോടെയാണോ അല്ലാതെയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു പരിശോധന ഉണ്ടാവുക. ഡോക്ടർ, ഓക്കെ, യുവാക്കളെ കണ്ടെത്തിയിരിക്കുന്നു. 2 ചെറുപ്പക്കാരാണ് വനംവകുപ്പിന്റെ അനുമതി ഇല്ലാതെ റിസർവ് ഫോറസ്റ്റിൽ ട്രക്കിങ്ങിന് പോയത്. ഒരു കാരണവശാലും വനംവകുപ്പിന്റെ അനുമതി ഇല്ലാതെ